കൂട്ടായ്മയുടെ വിജയമാണ് രഞ്ജി ട്രോഫി ഫൈനലിലേക്കുള്ള കേരളത്തിന്റെ മുന്നേറ്റത്തിന് കാരണമെന്ന് KCA മുഖ്യ സെലക്ടർ P. പ്രശാന്ത്. ഫൈനലിലും ആ പ്രകടനം തുടരും. കേരളത്തിനിത് ചരിത്രമെഴുതാനുള്ള സമയമെന്നും മുൻ താരം കൂടിയായ പ്രശാന്ത് 24-നോട് പറഞ്ഞു. കേരള ടീമിന്റെ മുഖ്യ സെലക്ടറും മുൻ താരവുമായ P. പ്രശാന്ത് 24-നൊപ്പം ചേർന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ഈ വലിയ ചരിത്ര നേട്ടത്തിലേക്ക് നയിക്കുന്ന ഒരു സുപ്രധാന പങ്ക് പ്രശാന്തിനുമുണ്ട്. വലിയ സന്തോഷം. ആ സന്തോഷം ഇരട്ടിയാക്കണമെങ്കിൽ ഇനി ഒരു കിരീടം കൂടി, അതിനൊത്ത ഒരു ടീം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു, പുറത്തു പറയുന്നില്ലെങ്കിൽ പോലും. ഉറപ്പായിട്ട് നമ്മൾ ഇത് രഞ്ജി ട്രോഫി തുടങ്ങുന്ന മുമ്പേ തൊട്ടുള്ള ഒരു ഡ്രീമാണ് നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടഫ് പൂളിൽ നിന്ന് നമ്മൾ നല്ല മാച്ച് കളിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ വിദർഭ നമ്മളിപ്പം കഴിഞ്ഞ 3 മാച്ച് എടുത്ത് നോക്കിയാലും നമ്മൾ പുറത്തുള്ള വേറെ സ്ഥലങ്ങളിൽ പോയി കളിച്ചിട്ട് വരികയാണ്. അപ്പം നമ്മൾ പുറത്ത് പോയി കളിക്കാനുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെ ഉണ്ട്. ഈ ഒരു ഒറ്റ നിമിഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സീസണിന്റെ മാത്രമല്ല ഹാർഡ് വർക്കല്ല, ഇത് ഒരു പ്രോസസ്സ് കുറച്ച് നാളായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സീസണിലേക്ക് വന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, യൂത്ത് ഉണ്ട്, ഒരു നല്ല മിക്സ്ചർ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ സെലക്ടേഴ്സിനും സന്തോഷമാണ്. ശരിക്കും ഇപ്പം നമ്മൾ ടീമെടുത്ത് നോക്കിയാൽ സീനിയേഴ്സായ കുറേ പ്ലേയേഴ്സിനകത്തുണ്ട്. സീനിയേഴ്സിനെ പോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ 23 ആയിരുന്നാലും അല്ലെങ്കിൽ 19 കാറ്റഗറിയിലുള്ള അപ്പം നല്ല പെർഫോം ചെയ്ത ആൾക്കാർ തന്നെ ആ ഒരു കോമ്പിനേഷനിൽ അതിൽ കേസ് ശരിക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നോർമലി 15 ആണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു 3-4 പേര് നമ്മൾ യങ്സ്റ്റേഴ്സിനെയും കൂടെ നമ്മൾ കഴിഞ്ഞ വൺ ഡേ T20 പോകുമ്പോഴെല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതലായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്, നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കും ആ ഒരു കോൺഫിഡൻസും അവരുടെ മോറലും ഡിഫറൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു ഇതിലാണ് നിങ്ങൾക്കറിയാം കണ്ടായിരിക്കും നമ്മൾ സെമി ഫൈനൽസിൽ ഇമ്രാനെയും. എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. അതായത് ഒരു വളരെ ധീരമായ ഒരു തീരുമാനം എന്നാണ് പല ഇന്ത്യൻ സെലക്ടേഴ്സും അല്ലെങ്കിൽ പല ആളുകളും വിദഗ്ധരും പറഞ്ഞു കേട്ടത്. അതൊരു ടഫ് കോളായിരുന്നു. പക്ഷേ നമ്മളത് അവർ രണ്ടുപേരുടെയും പ്രകടനം കൊണ്ടും ഈ പറഞ്ഞ പോലെ ടീമിനെ സഹായിക്കാൻ സാധിച്ചു. ഉറപ്പായിട്ട്. അപ്പോൾ ഞാൻ അജയ് ജത്ര നമ്മുടെ ഇന്ത്യൻ സെലക്ടറാണ്. അപ്പോൾ ശരത് പഴയ പ്ലെയർ. അപ്പോൾ അവരൊക്കെ ഷോക്കിംഗ് ആയി. ഒരു ടീം ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ, നിങ്ങൾ കേരള ടീം ചെയ്തു. ഞാൻ പറഞ്ഞു ഇവർ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ അവരാണ് അടുത്ത തലമുറ. അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇനി അങ്ങോട്ടുള്ള ഇപ്പം ഇന്ത്യ സെലക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും അത് ഉഗ്രായിട്ട് ഇമ്രാൻ നിങ്ങൾ മാച്ച് കണ്ടായിരിക്കും. ഇമ്രാൻ നല്ല കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്തു. ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് ആ ഒരു കോൺഫിഡൻസ് കാണിച്ചപ്പോൾ തന്നെ അവരൊരു മോറൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം വരുണും അതുപോലെ തന്നെ കുറച്ച് ടീമിന് വേണ്ടിയിട്ട് നിന്ന് ചെയ്യാൻ പറ്റും. അത്ര ഒരു വലിയ പെർഫോമൻസ് വന്നില്ലെങ്കിലും അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഇതിലാണ്. എന്തായാലും ഫൈനലിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്, സർപ്രൈസുകൾ ഉണ്ടാവുമോ ടീമിൽ എന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. അതിൽ കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ ഞെട്ടിച്ചതുപോലെ സെലക്ടർമാർ, ടീം മാനേജ്മെന്റ് വമ്പൻ സർപ്രൈസും അല്ലെങ്കിൽ എതിരാളികൾക്ക് പോലും ഷോക്കിംഗ് ആയി കാര്യങ്ങൾ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാ വിജയാശംസകളും. കേരളത്തിലെ എല്ലാ ആളുകളും മലയാളികളും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നു കേരള ടീമിന്റെ ചരിത്ര വിജയം. അപ്പോൾ അതിൽ വലിയ ഭാഗമായിട്ടുള്ള നിലയിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം. P. പ്രശാന്താണ് 24-നൊപ്പം സംസാരിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കേരള ടീം. ജയിച്ച് കപ്പടിച്ചങ്ങ് വരട്ടെ നമ്മുടെ പിള്ളേര്.